ഇന്നത്തെ വീഡിയോ ഇവിടെ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് സിഡ്നി റോയൽ ഈസ്റ്റർ ഷോ എന്ന ഒരു ഇവന്റിന് പോയതാണ്. കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ട് ഒരു ഗ്രാൻഡ് ഇവന്റ് ആണ്. ഓസ്ട്രേലിയയിലെ ബിഗ്ഗസ്റ്റ് ഈസ്റ്റർ ഷോ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇവിടെ ഒളിമ്പിക് പാർക്കിലാണ് സംഭവം നടക്കുന്നത്. ഞങ്ങളുടെ പ്ലേസിൽ നിന്നും ഒരു 50 മിനിറ്റ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ. എൻട്രി ഫീ ഒക്കെ ഉണ്ട്. പെർ അഡൾട്ടിന് $50 ആണ്. ഇത് ആക്ച്വലി ഒരു അഗ്രികൾച്ചർ ഫെയർ ആണ്. കൺട്രി സൈഡിലെ കൾച്ചറിനെ സിറ്റിയിൽ കൊണ്ടുവരിക, ഓസ്ട്രേലിയൻ ഫാമിംഗ്, പ്രൊഡ്യൂസ്, ആനിമൽസ്, റൂറൽ ട്രഡീഷൻസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. എലോങ് സൈഡ് ഒരുപാട് റൈഡ്സും ഫുഡും എന്റർടൈൻമെന്റും ഒക്കെ ഉണ്ട്. ഈ റൈഡും ഫുഡും ഒക്കെ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു, ഒപ്പം ഭയങ്കര ചൂടും. കിഡ്സിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയ ടാഗ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊന്ന് നടന്ന് എന്തൊക്കെയാ സെറ്റപ്പ് എന്നൊക്കെ നോക്കി നടക്കുവാണ്. വെയിൽ ഭയങ്കരമാണ്. ഓസ്ട്രേലിയയിലെ സൺലൈറ്റ് സ്കിൻ ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് ഇവിടെ പൊതുവെ പറയുന്നത്. മെയിനായിട്ടും വൈറ്റ്സിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻസിന് വലിയ പ്രോബ് ഇല്ല എന്ന് വിചാരിച്ച് നടക്കുവാണ്. എന്നാലും സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു ഡീറ്റെയിൽഡ് മാപ്പ് ഒക്കെ തന്നിട്ടുണ്ട്. നോക്കിയിട്ട് കാര്യമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല. സ്പെൻഡ് ചെയ്യാൻ സമയവും ഇല്ല. ആകെ മൊത്തം ടോട്ടൽ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള റൈഡ്സും ടോയ്സും ഒക്കെയാണ്. പിള്ളേരുടെ സന്തോഷം കൊണ്ടുള്ള അലർച്ചയും മ്യൂസിക്കും ഒക്കെ ആയിട്ട് തകർക്കുവാണ്. വീട്ടിൽ ഡൈനോസറിൻ്റെയും ലയണിൻ്റെയും ഹിപ്പോയുടെയൊക്കെ ടോയ് വെച്ച് സ്വന്തം വരുതിയിലാക്കി അടിമപ്പണിയും ഗുണ്ടാപ്പണിയും ചെയ്യിപ്പിച്ച് റാണിയായി ഭരിച്ചുകൊണ്ടിരുന്ന ഇവർ നേരിട്ട് ഇതിനെയൊക്കെ കണ്ടപ്പോൾ പേടിച്ച് ഞങ്ങളുടെ പുറകിൽ ഒളിച്ചു നിൽക്കുവാണ്, കടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. നീയൊക്കെ വീട്ടിൽ വന്നാൽ കാണിച്ചു തരാമെന്നായിരിക്കും മനസ്സിൽ. 1-2 റൈഡ്സിൽ കയറാമെന്ന് വിചാരിച്ച് ലോങ് ക്യൂ ഒക്കെ നിന്ന് അടുത്തെത്തിയപ്പോൾ ഹൈറ്റ് റെസ്ട്രിക്ഷൻ കാരണം കയറാൻ പറ്റിയില്ല. അടുത്ത വർഷം കയറാമെന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് പിള്ളേരെയും കൊണ്ട് ഞങ്ങളിങ്ങ് പോകുന്നു. അതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി എനിക്ക് കഴിക്കാൻ ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞ് ഇസയും ഇവയും കിടുങ്ങാൻ തുടങ്ങി. അതൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വാഫൽ ഷോപ്പ് കണ്ടു. നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഏത് വേണമെന്ന് ഇവരോട് ചോദിച്ചപ്പോൾ ഒരുപാട് നേരത്തെ കൺഫ്യൂഷനിൽ ഫൈനലി ഒരെണ്ണം സെലക്ട് ചെയ്തു. ഏതാണ് ഇവർ സെലക്ട് ചെയ്തതെന്ന് പറയാമോ? പാരൻസിന് പെട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റും ഈ പ്രായത്തിൽ പിള്ളേർ ഏതാ എടുക്കുക എന്നുള്ളത്. അടുത്ത വീഡിയോയിൽ ഞാൻ ഏതാണെന്ന് പറയാവേ.